പഞ്ചവടിയില് ഇതൊന്നും ഉണ്ടായിട്ടേ ഇല്ല. എന്റെ സകലവിധ റെക്കോർഡും പോയി. അവിടത്തെക്കാൾ കൂടുതൽ വിഷമം ഞങ്ങൾക്കാണ്. നിങ്ങളല്ലേ പറഞ്ഞത് പെട്ടി ഇവിടെ സൂക്ഷിച്ചാൽ മതിയെന്ന്? മോഷണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിലും പോണം. എന്തൊരു അപമാനം! ഇത് ആലോചിക്കുമ്പോ ഒരു ലഭ്യത ഇല്ലാതില്ല. ഏതായാലും സുൽത്താൻ ബഹദൂർ ശാന്തമായിരിക്കണം. എന്ത് ശാന്തം? ഉടനെ യാത്രയാണ്. നവാബ് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഇനി കാര്യ ഉപദേശം കേൾക്കണ്ട. ഇരുമേനി കാർ കൊണ്ടുവിടാൻ പറയും. നവാബ് ഇങ്ങനെ ക്ഷോഭിച്ചു പോകുന്നത് ഞങ്ങൾക്ക് അവമാനമാണ്. അയ്യോ, എടോ അപ്പുണ്ണി, സത്യം പറ, നവാബിന്റെ പെട്ടിയും പണം എവിടെ? ദൈവം സാക്ഷിയായി ഞാൻ സത്യം ചെയ്യുന്നു. മനസ്സാ വാച എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ നവാബിന്റെ സ്വീകരണത്തിന് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? എന്നെ ആരും ക്ഷണിച്ചില്ല. നവാബിന്റെ സാധനങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ താൻ പാർട്ടിക്ക് വരാറുന്നത്? കുറ്റം ആര് ചെയ്താലും ശിക്ഷ അനുഭവിക്കണം. ഞാൻ പോലീസിന് ഫോൺ ചെയ്തു. അവർ വന്ന് തെളിയിച്ചോളൂ. എന്റെ പൊന്ന് സാറേ, എന്നെ കള്ളനാക്കി ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കരുത്. ഇയാളുടെ റൂം മുഴുവനൊന്ന് പരിശോധിക്കണം. ഞാൻ തന്നെ ഒന്ന് പരിശോധിച്ചോളാം. എടുക്കുക തന്നെ മുറിയുടെ താക്കോൽ. എടുക്കൂ. നമ്മുടെ സ്ഥാപനത്തിന് തന്നെ വലിയ അവമാനം. 5 ലക്ഷം രൂപ സംഭാവന എത്തുന്ന ആളിന്റെ പണമാണ് ഇവിടെ വെച്ച് മോഷണം പോയത്. ആ പെട്ടി തിരിച്ചു തരൂ. തനിക്ക് ആവശ്യമുള്ള പണം തരാം. അയ്യോ സാറേ, ഞാൻ കയ്യിൽ കർപ്പൂരം കൊളുത്തി വെച്ച് സത്യം പറയാം. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. നവാബിന്റെ പണം മോഷ്ടിച്ചത്. ആര്? ഈ പാട്ടുവാസിയാരോ? അയ്യോ, ഞാൻ അങ്ങനെയോട് അന്ന് പറഞ്ഞതാ ഇതിനെ ഒന്ന് പെരുമാറണമെന്ന്. എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെയുണ്ടോ ഒരു മോഷണം? രൂപ 1, 2 അല്ല, ലക്ഷക്കണക്കിനാ. ഇവരൊക്കെ മര്യാദക്കാര് നല്ലവരാ. കുറച്ചെങ്കിലും സൗകര്യമായിട്ടങ്ങ് മടക്കി കൊടുത്തേക്കുക. ഏമാനെ പോലെ ശുദ്ധാത്മാവ് വെട്ടുന്ന പോത്തിനോട് വേഗം ഓടാറുണ്ട്. ഇവരെ ബാനോട്ട് കയറ്റി പേടിപ്പിക്കില്ലേ മത്തായി? പേടിപ്പിച്ചാലേ സത്യം പറയാൻ മറന്നുപോകും. പേടിപ്പിക്കരുത്. ഇവൻ പഠിച്ച കള്ളനാണ്. ലോക്കപ്പിൽ കയറിയാലേ സത്യം പറയും. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പോലീസ് സ്റ്റേഷനിൽ മാത്രം കയറ്റുന്നത്. ഞാൻ പാവമാണ്, എനിക്ക് ആരുമില്ല. അയ്യോ, എന്നെ രക്ഷിക്കണേ സാറേ. സാറേ, എന്റെ കൊച്ചുമ്പേ എന്നെ രക്ഷിക്കണേ. കൊച്ചുമ്പേ കഴിക്കരുത്. അവനും ഒരു ശ്രുതിപ്പെട്ടി. നിന്നെ ശ്രുതി എടാ, സത്യം പറഞ്ഞു. ഇന്ത്യയില് നിന്റെ ഓരോ നൂലെടുത്ത് ശ്രുതിപ്പെട്ടി ഉണ്ടാക്കി. എന്റെ പൊന്നേമാനന്മാരെ, ഞാൻ പാവപ്പെട്ടവരാണ്, ആരോരുമില്ലാത്തവരാണ്. എന്റെ ജീവിതത്തിൽ ഒരു കാശ് പോലും ഞാൻ മോട്ടിച്ചിട്ടില്ല. എന്റെ ഗുരുവായൂരപ്പ, ഇതെന്തൊരു അന്യായം! മത്തായി, സാധുക്കളെ ഇങ്ങനെ ഹിംസിക്കരുത്. തനിക്ക് നരകത്തിൽ പോലെ സ്ഥാനം ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ അവിടെ അടങ്ങിയിരുന്നാട്ടെ. 5 മിനിറ്റ് നേരം ഇവനെ എന്റെ കയ്യിലോട്ട് തരാമോ? ഇവന്റെ അപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചോളാം. എന്നാ സൗകര്യമായിട്ട് അങ്ങനെ കൊണ്ടുപോകുള്ളൂ. എനിക്കിതൊന്നും കാണണ്ട. ശ്രുതിപ്പെട്ടി നീ ശ്രുതിയിട്ടോ, നിന്നെ ഞാൻ ഇരിക്കും. ഈ ലോകത്തിന് ഒരു മേൽപ്പതി ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും കൊള്ള, കൊല, കൊലപാതകം, കഴുത്ത് വെട്ടല്. എന്റെ ഗുരുവായൂരപ്പ, നിനക്ക് സൗകര്യമായിട്ട് ഒരു അവതാരം കൂടെ ഒന്ന് എടുത്തുകൂടെ? സത്യം പറയണം. രൂപ എവിടാ? സുൽത്താൻ ബഹദൂറിന്റെ പെട്ടി എവിടാ? സത്യം പറയാം. 5 ലക്ഷം അവിടെ. അയ്യോ, അങ്ങനെ അടിവാടി അങ്ങനെ അവന്റെ ചുരുതി പോയി. എന്താണ് താനീ പറയണേ? ഒന്നും നോക്കിയാട്ടെ. എന്റെ ഗുരുവായൂരപ്പ, മരിച്ചോ? അങ്ങനെ അറിയാതെ നാവിക്കൊരു ചവിട്ടി അവരുടെ ശ്രുതിയും പോയി. മത്തായി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്കിത് പങ്കില്ല. അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ രണ്ടുപേരും ചെയ്യില്ലാവും. ഒരു കാര്യം ചെയ്യാം, ഈ ശവം നമുക്ക് 2 പേർക്കും കൂടെ കെട്ടിത്തൂക്കാം. എന്നിട്ട് രാവിലെ വയറ്റുവേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇയാള് കെട്ടിത്തൂങ്ങി ചത്തതാണെന്ന് പറഞ്ഞ് അങ്ങനെ റിപ്പോർട്ട് എഴുതിയേക്കാം. മഹാഭാവി, എന്നെ കൂടെ തൂക്കച്ചാടെ കയറ്റണം. അറം വരുന്ന വാക്കൊന്നും പറയാതിരുന്നാട്ടെ. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഇയാൾ എടുത്ത് സെക്രട്ടറിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. അവിടെ കൊണ്ട് കുഴിച്ചിടാൻ അവര് സമ്മതിച്ചില്ലെങ്ങനെ മത്തായി? ആര് പറഞ്ഞു? സെക്രട്ടറി മഹേശ്വരിയമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. അവര് വേണം നമ്മളെ രക്ഷിക്കാൻ. വന്നാട്ടങ്ങനെ ആരും അറിയാതെ ഈ ശവം നമുക്ക് അങ്ങോട്ട് എടുത്തോണ്ട് പോകാം. എന്റെ ഗുരുവായൂരപ്പ, പിടിച്ചാട്ടങ്ങനെ. എന്റെ കർത്താവേ, എന്താണിത്? സൗകര്യമായിട്ട് കഥ കൂടെ അറിഞ്ഞു.
എല്ലാം ഗുരുവായൂരപ്പന്റെ ശിക്ഷയാണ്. അയ്യോ, മാസ്റ്റർക്ക് എന്ത് പറ്റി? സത്യം പറയണോ കൊലപാതകി? മഹേശ്വരമ്മേ, ഇനി നമുക്കെല്ലാം സൗകര്യമായി സെൻട്രലിൽ തന്നെ താമസിക്കാം. അയ്യോ, എന്ത് പറ്റി? കാര്യം പറയും. സത്യം തെളിയിക്കാൻ വേണ്ടി കർത്താവിനെ മുൻനിർത്തി ഞാൻ രണ്ട് ഇടിയിടിച്ചു. ദൈവസാക്ഷിയായിട്ട് ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ക്ലോസായി പോകും. മഹാഭാവി, ഡോക്ടറെ കൊണ്ടുപോയി. അയ്യോ, ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല, നിങ്ങൾ തന്നെ ആയിക്കോളൂ. ഒരു പാവത്തിന് തല്ലിക്കൊന്നതിന് ഞാൻ പ്രതിയാവണം. കൊന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇടിച്ചത്. ആ, കള്ളം പറഞ്ഞാൽ നിന്നെ ഒന്നും വെറുതെ വിടിയില്ല. ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനിയിപ്പോ സൗകര്യമായിട്ട് ഈ പ്രേതം അങ്ങോട്ട് മറവ് ചെയ്യുക. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോളൂ. എനിക്ക് ഈ കടുങ്കൈക്ക് കൂട്ടു നിൽക്കാൻ വയ്യ. എന്റെ ഗുരുവായൂരപ്പ, ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും മാഷക്ക് ജീവൻ കൊടുക്കണേ. മാസ്റ്റേ, ഒരു പ്രാവശ്യത്തേക്കെങ്കിലും മത്തായിയെ രക്ഷിക്കണേ. മാസ്റ്റേ, എനിക്ക് വെള്ളം കുടിക്കണം. ഞാനിപ്പോ എവിടെയാണ്? പേടിക്കുന്നത് എന്റെ വീട്ടിലാണ്. ഞാൻ മോഷ്ടിച്ച് തെളിയിക്കാനാണോ ഇവർ വന്നിരിക്കുന്നത്? അയ്യോ, ദൈവത്താനല്ല മാഷെ. പഷ്ണി ഇടന്ന് ചത്താലും മാഷ് മോഷ്ടിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം മാഷെ. വന്നാട്ടെ പക്ഷേ നമുക്ക് റൂമിലോട്ട് പോകാം. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് മേടിച്ചു കൊടുത്തിട്ട് പോയി. പോണം മാസ്റ്റർ. അടി കൊണ്ടതിലൊന്നും എനിക്ക് പരാതിയില്ല. ഞാൻ നിരപരാധിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. മാസ്റ്റർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പഴയ പോലെ പഞ്ചവടി തന്നെ ജോലി നോക്കാം. വന്നാട്ടെ സാറേ, കർത്താവിനെ വിചാരിച്ച് നടന്നതൊക്കെ അങ്ങ് മറന്നേച്ചാ. എന്റെ ഗുരുവായൂരപ്പ, ഒരു പുനർജന്മം കണ്ടു. പതുക്കെ നടന്നാട്ടെ സഹോദരൻ, പതുക്കെ നടന്നാട്ടെ. അവരെ ഇരുത്താം. ഈ കസേരയിലേക്ക് കൂടി ഇരിക്കാം. അപ്പോഴേ മത്തായി, നമ്മുടെ ആ വൈദ്യശാലയിൽ പോയിട്ട് ഒരു 6 ഔൺസ് ദേശമൂലാരിഷ്ടവും ഒരു തവി പിന്നെ ധാന്യന്തരം കുഴമ്പും കൂടെ മേടിച്ച് ഭാഗവതർക്കൊന്ന് കൊടുക്കണം. ഭാഗവതരുടെ സർവ്വവേദനയും സൗകര്യമായിട്ട് പൊക്കോളൂ കേട്ടോ. അങ്ങനെ അത് വേണ്ട. അങ്ങനെ ഒരു 500 മില്ലി പട്ടച്ചാരായത്തിനകത്ത് 2 പച്ചമുട്ട അടിച്ചങ്ങ് കൊടുത്താല് അവരുടെ ശരീരത്തിന്റെ വേദന അങ്ങ് മാറും. അവരുടെ പഴയ ശ്രുതിയും വീണ്ടും കിട്ടും. കയ്യ് അകത്തിട്ട വകയിൽ അസ്ഥാനത്തെങ്ങാനും കൊണ്ട് കാണും. മത്തായി, എന്നാലേ ഒരു ലേശം ചെന്നിയായം കൂടെ അതിനകത്ത് ചേർത്തേക്കണം. ആട്ടെ കേട്ടോ, ആട്ടെ. ഭാഗവതരെ, ഭയപ്പെടാനൊന്നുമില്ല. ഇതുപോലെ ഗുരുവായൂരപ്പന്റെ കളികള് ധാരാളം സൗകര്യമായിട്ട് കണ്ടവരാ ഞങ്ങള് കേട്ടോ. എന്നാ അങ്ങനെ സൗകര്യമായിട്ട് പോയാട്ടോ. ക്ഷമിക്കണം സാർ, സാറിന്റെ സീനിയർ CID ഓഫീസർ, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് നിസാരപ്പെട്ട ഒരു പോലീസ് കോൺസ്റ്റബിൾ മത്തായി. സാറിനോടുള്ള പെരുമാറ്റം പക്ഷേ കടന്നുപോയി എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്. മത്തായി, ഏതായാലും ആ പോലീസ് സ്റ്റേഷനിലുള്ള മരണനാടകം നന്നായിരുന്നു. ഞാൻ എന്റെ സ്വന്തം നേരിട്ട് അങ്ങ് അടിയോടടി. ഇത് കേട്ട് നമ്മുടെ എത്തി അടിയോടി അങ്ങ് ഭയന്നു. ഏതായാലും മത്തായിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. അയ്യോ, ഞാൻ സാറിന്റെ വെറും ഒരു ശിഷ്യൻ, കുഞ്ഞാണ്.